ഒരിക്കലും ഒരു പാർട്ടി പ്രവർത്തനം ഈ നേതാക്കളുടെ ഈ നീക്കം അംഗീകരിക്കുന്നവരല്ല, ഒരിക്കലുമല്ല. ഇത് പാർട്ടി പ്രവർത്തകരോടുള്ള വെല്ലുവിളിയാണ് സത്യം പറഞ്ഞാൽ. കാരണം അവർ ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു ഗവൺമെൻറ്റിനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുന്നണിയെ തിരിച്ചുകൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളെ നടത്തിയിട്ടുള്ള വർക്കേഴ്സിന് മുമ്പിൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു 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 പരിഹസിക്കുന്ന രീതിയിലാണ് സംഭവം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ എല്ലാവർക്കും ഇതിപ്പോൾ ഈ ഇത്തരം വിഷയങ്ങൾ ഈ തെരുവിൽ വലിച്ചടച്ചാൽ ആർക്കാ തൃപ്തി ഉണ്ടാവുക? ആർക്കും ഉണ്ടാവില്ല, ഒരാൾക്കും തൃപ്തി ഉണ്ടാവില്ല. ഇത് സന്തോഷമുള്ള കാര്യമല്ലല്ലോ, ആർക്കും ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിലുള്ള മുഖങ്ങൾ സർക്കാരിന് നേതൃത്വം നൽകിയാലും അതിന് പകരം ഒരു മുഖം വരേണ്ട സാഹചര്യമല്ല. അങ്ങനെയെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനേക്കാളും അധികാരമുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് എത്തണമെന്നുള്ളതല്ല ഈ ചർച്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അണികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അണികൾ സൈബർ സ്പേസിൽ വലിയ ചർച്ചകൾ കൊണ്ടുവരുന്നു. അത് കേവലം ഈ അണികളുടെ ഒരു സൈബർ അറ്റാക്കാന്ന് പറയാൻ കഴിയില്ല. ഇത് പലരും കടന്നുകൂടുന്നതിന് മനസ്സിലാക്കുള്ളൂ. ഇതിൽ പലരും ഈ കോൺഗ്രസ് അണികളുടേതാണ് അഭിപ്രായം എനിക്കില്ല. ഈ സൈബർ അറ്റാക്കിനെ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ അത് തീർത്തും കോൺഗ്രസ് അണികളുടെ അറ്റാക്കാണെന്ന് പറയാൻ കഴിയില്ല. അത് പലരും കടന്നുകൂടുന്നുണ്ട്. ഇതിനകത്ത് മുതലെടുക്കാൻ വേണ്ടി അങ്ങനെയുമുണ്ട്. ഈ ഒരു വിഷയം പരമാവധി വഷളാക്കാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. അത് ഞാൻ പേര് പറയുന്നില്ല. അവരും ഇതിൻ്റെ ഭാഗമായി ഈ സൈബർ ഇടങ്ങളിൽ ഇതിനു വേണ്ടി സ്പേസ് കാണുന്നവരാണ്. അങ്ങനെ പറയുമ്പോൾ അണികളുടെ ഒരു വികാരം അതിലുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ ഈ 2 ദിവസമായി മനസ്സിലാക്കുന്ന കാര്യം കേവലം കോൺഗ്രസ് അണികളുടെ മാത്രം ഒരു പരാമർശമല്ല. അതിൻ്റെ അകത്ത് പലരും കയറിക്കൂടുന്നു. പലരും കയറിക്കൂടി എത്രമാത്രം വഷളാക്കാൻ പറ്റും അത് ശ്രമിക്കുന്നവരുമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാനതിൻ്റെ ഒരു ഉള്ളടക്കം നോക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം അതാണ്. കേവലം കോൺഗ്രസ് അണികൾ ഉണ്ടാകാമായിരിക്കില്ല, ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനേക്കാളും അല്ലാത്തവർ കടന്നുകൂടി ഉണ്ടാക്കുന്ന ഇത് വഷളാകട്ടെ പരമാവധി. ഇതിലിപ്പോ ലീഗിനെ ഈ ചർച്ചയിലേക്ക്, മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് വലിച്ചടയ്ക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന ഒരു ആക്ഷേപം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതൊരു ശരിയായ നടപടിയാണ്. ഘടകകക്ഷികളെ കൂടി ഇതിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു നീക്കമായിരിക്കും. അല്ല, ഘടകകക്ഷികളൊന്നും ആരും ഇടപെട്ടിട്ടുള്ള കാര്യത്തിൽ ആരും ഇടപെട്ടില്ല. എന്തിനാ അവരാരും ഇടപെട്ടിട്ടില്ലല്ലോ. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കേണ്ട തീരുമാനം. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഏത് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാലും ഇവൻ പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നത് പോലും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിലൂടെയാണ്. മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് കേരളത്തിലെ ഭൂരിപക്ഷം കിട്ടിയാൽ ഈ മെയ് 4 കഴിഞ്ഞാൽ, മെയ് 4 ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആര് വേണം, എന്ത് വേണം, എങ്ങനെ വേണം, ഈ തീരുമാനം മുഴുവനും കൈക്കൊള്ളുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് ഒരു കീഴ്വഴക്കമാണത്. അല്ലാതെ ഒറ്റക്ക് പോയി തീരുമാനമെടുക്കാൻ കഴിയില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് ആര് വരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ട തീരുമാനം, നമ്മളല്ല. സോറി, ഹൈക്കമാൻഡ് എടുക്കുന്നു പറഞ്ഞു. ഇപ്പൊ കേരളത്തിലല്ല, കർണാടകയിലും രാജസ്ഥാനിലും അവിടുത്തെ MLA-മാരുടെ സപ്പോർട്ട് ആർക്കാണോ അവരെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ സർക്കാരിൽ അശോക് ഗെഹ്ലോട്ട് എത്തുന്നത് ദേശീയ ചുമതലയിൽ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. അപ്പോൾ ആ ഒരു കീഴ്വഴക്കം കേരളത്തിലും ആവർത്തിക്കപ്പെടാനുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു നടപടിക്രമമുണ്ട്, കീഴ്വഴക്കമുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അത്തരം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കേണ്ടത്.